ഇപ്പം ഞാൻ താമസിക്കുന്ന വീടും ഞങ്ങൾ വാങ്ങിച്ച ഒരു വസ്തുവും കൂടാണ്ട് ഒരു 17 സെൻറ്റ് വസ്തുവും 2 വീടും എനിക്കുണ്ടായിരുന്ന ഒരാളായിരുന്നു മുമ്പ് ഞാൻ. ഈ 17 സെൻറ്റ് വസ്തുവും വീടും ഉള്ള സമയത്ത് തന്നെയാണ് ഞാൻ ഒരുപാട് TV ഷോസിൽ പങ്കെടുക്കുമ്പോൾ എനിക്കൊരു വീട് വാങ്ങാനുള്ള കാശാണ് വേണമെന്ന് പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ 17 സെൻറ്റിൽ 7 സെൻറ്റിനകത്ത് വീട് ഇടിഞ്ഞു പോയി, 10 സെൻറ്റിനകത്തുള്ള വീട് താമസിക്കാൻ യോഗ്യമല്ലാത്ത രൂപത്തിലായിരിക്കുന്നതാണ്. അപ്പോൾ ഈ 2 സ്ഥലം ഇങ്ങനെ ആയിപ്പോൾ ഉണ്ടായ കാരണം എന്ന് വെച്ചാൽ ഈ 2 സ്ഥലത്തും കയറാനോ അതിൻ്റെ പ്രമാണം ഒന്ന് കൈവശം വെക്കാനുള്ള അവകാശം എനിക്കോ എൻ്റെ മാതാവിനോ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ബന്ധുക്കളായ ആൾക്കാർ ചേർന്നിട്ട് അതൊക്കെ അവരുടെ കൈകളിൽ വെച്ചിരിക്കുകയായിരുന്നു. അവിടെ താമസിക്കുന്നതും അവരായിരുന്നു, എൻ്റെ കൈകാര്യകർത്തൃത്വം അവരായിരുന്നു. ഒരെണ്ണം ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു വീട്ടിൽ അവർ താമസിക്കുന്നുണ്ടായിരുന്നു, കടമുറിയിൽ അവർ കച്ചവടം ചെയ്ത് ജീവിക്കുന്നുണ്ടായിരുന്നു. ഈ കടമുറിയിൽ കച്ചവടം ചെയ്തിട്ട് അവരെ ആങ്ങള തൊട്ടപ്പുറത്ത് തന്നെ ഒരു 10-17 സെൻറ്റ് വസ്തുവും വീടും വാങ്ങിച്ചു. അത് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തതിന് ശേഷം അത് വാടകയ്ക്ക് കൊടുത്തിട്ട് പിന്നെയും ഇതിൽ തന്നെ തുടർന്ന് കച്ചവടം ചെയ്ത് ജീവിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ട് സ്വന്തമായിട്ടൊരു കിടക്കാട ഒരിടത്തിരുന്ന് ജോലി ചെയ്ത് കാശുണ്ടാക്കി കിടക്കാട ഉണ്ടാക്കിയിട്ട് കഴിയുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങിക്കൊടുത്ത് ആ വാങ്ങിച്ചയിലേക്ക് പോയിട്ട് പറയും, ഇനി ഇതിൻ്റെ അവകാശികൾ ഇതിനകത്ത് ജീവിച്ചോട്ടെ, കൈകാര്യം ചെയ്തോട്ടെ, ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങട്ടെ എന്നല്ലേ ചിന്തിക്കുള്ളൂ. അങ്ങനെ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനൊക്കെ ആ സമയത്ത് എനിക്കൊരു വീട് വേണമെന്ന് പറഞ്ഞിട്ട് ചെന്നെന്ന് പറയുമ്പോൾ എന്നെയൊക്കെ കളിയാക്കി ചിരിക്കുമായിരുന്നു. വലിയ വീട് വേണ്ടിയിട്ടായി വന്നതെന്ന് പറയുന്നത്. ഞാൻ കിടക്കുന്ന സ്ഥലത്തിൻ്റെ സുരക്ഷിതത്വം ഏതെന്നുള്ളത് എനിക്കേ അറിയത്തുള്ളൂ, ഇവർക്കും വളരെ നന്നായിട്ടറിയാം, പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് അറിയത്തില്ല. അതിൽ നിന്ന് എനിക്ക് എൻ്റെ അവകാശമാണ് ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നുള്ളത് ഒരു മനുഷ്യജീവി എന്നതിൽ എൻ്റെ അവകാശം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വാദിച്ചത്. അത് എനിക്ക് അവകാശപ്പെട്ട സ്ഥലത്ത് നിന്ന് ഞാൻ വാദിച്ചത്. പക്ഷേ ഒരാളും എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഉണ്ടായില്ല. നിനക്കെന്തിനാ വീട്, ഏതെങ്കിലും ഒരു വീടിൻ്റെ അടുക്കളത്തിൻ്റെ കിടന്നാൽ പോരെ, എന്ത് പറഞ്ഞാലും നിനക്കെന്തിനാ, നിനക്ക് അതിനുള്ള അർഹതയില്ലല്ലോ, അതായത് നിനക്ക് തന്തയൊന്നും ഇല്ലല്ലോ, നിനക്ക് എവിടെയെങ്കിലും കിടന്നാൽ പോരെ, ഞങ്ങൾക്കൊക്കെ എല്ലാവരും ഉണ്ട്. അതിന് പറയുന്ന ഉപയോഗിച്ചിരുന്നൊരു വാക്കാണ്, ഞങ്ങൾ പാഷൻ ഫ്രൂട്ട് കൊടുത്ത് വളർത്തുന്ന മക്കളാണ് ഞങ്ങളുടെ മക്കൾ. ഈ പാഷൻ ഫ്രൂട്ടിന് എന്തോ പ്രത്യേകതയെന്ന് എനിക്ക് അറിയത്തില്ല അവരുദ്ദേശിക്കണത്. അവർ വാശിക്ക് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഇപ്പോൾ 3 സൈസ് പാഷൻ ഫ്രൂട്ട് ഞാൻ വളർത്തുന്നുണ്ട്. സ്ഥിരം പാഷൻ ഫ്രൂട്ട് കഴിച്ചിട്ട് എന്തോ പ്രത്യേകത ഉണ്ടാകുന്നത് ഞാനും ഒന്ന് നോക്കട്ടെ. അപ്പം ആ കാലഘട്ടം മൊത്തവും അവർ കൈകാര്യം ചെയ്തിട്ട് ഞാൻ തീരെ വയ്യാതെ കിടന്ന സമയത്താണ് ഒട്ടനടി വീട് വേണമെന്നുള്ള രൂപത്തിൽ ഞാൻ നിർബന്ധം പിടിച്ചിരുന്നത്. അപ്പം പലരും പറയുന്നുണ്ട്, ഞങ്ങൾ ആ വീട്ടിൽ പോയി താമീര്, ഈ വീട്ടിൽ പോയി താമീര്, ഇല്ല വീട്ടിൽ പോയി താമീരെന്ന് പറയുമ്പോൾ നമ്മൾ ഇനി ഒരു വീട്ടിലേക്ക് ഞാൻ പോകത്തില്ല. മറ്റൊരാളുടെ വീട്ടിൽ പോയി താമസിച്ചിട്ട് നാളെ നമുക്ക് ആ വീട്ടിൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ്, ഒരു ഇഷ്യൂ, ഒരു മെയിൻ്റെനൻസ് വരുമ്പോൾ നമ്മളെ കാശ് അവിടെ ഇറക്കി കളയേണ്ട ആവശ്യമില്ല. നമ്മളൊരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ റൂം ഇറക്കണമെങ്കിൽ ഇറക്കാം, ഒരു ടോയ്ലറ്റ് അകത്ത് കെട്ടണമെങ്കിൽ കെട്ടാം, നമ്മുടെ കാര്യത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാം. നമ്മൾ പിന്നെ പറക്കി കെട്ടി നടക്കണ്ട. നാളെ ഒരു സുപ്രഭാതി ഇറങ്ങുന്ന പറയുമ്പോൾ പിന്നെ ഇറങ്ങിപ്പോകണം, നമുക്കൊരു അഡ്രസ്സ് ആവും, ഒരു സുരക്ഷിതത്വം ആവും. അതാണ് ഞാൻ നോക്കണം. 2 സ്ത്രീകൾ എത്രയെന്ന് വെച്ചിട്ടാണ് പറക്കി കെട്ടി നടക്കുക. പക്ഷെ അവർ നോക്കണേ അതല്ല. ഒരിടത്ത് അങ്ങനെ താമസിച്ച് ഈ 17 സെൻറ്റ് സ്ഥലം നമ്മൾ വിറ്റിട്ട് പോവുകയോ നമുക്കായിട്ട് കിട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് മാരേജിനുള്ള കാശ് അതിൽ നിന്നുണ്ടാവും, എനിക്ക് പഠിച്ച് ജോലി നേടാൻ പറ്റും, ഞങ്ങൾ ഒറ്റയ്ക്ക് ജീവിച്ചു, എല്ലാവരുടെയും മുന്നിൽ നല്ല മിടുക്കരെന്നറിയപ്പെടും. ഇവരുടെ പിച്ചക്കാശ് കൊണ്ടുവന്നിട്ടിട്ട് ഇവർക്ക് നന്മമരം കളിക്കാൻ പറ്റത്തില്ല. അപ്പം സ്വാഭാവികമായിട്ട് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മളത് വിൽക്കാൻ പോയ സമയത്തെല്ലാം പുറത്ത് നാളെ കൊണ്ടുവരുമ്പോൾ അവരുടെ വസ്തുവാണെന്ന് പറഞ്ഞ് അവകാശം സ്ഥാപിച്ചുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഇവിടെ താമസിച്ച് ആരാണെന്ന് കണ്ടാൽ മനസ്സിലാവില്ലേ എന്ന് പറഞ്ഞിട്ടിങ്ങനെ, എന്നിട്ട് പ്രമാണം അവസാനം പിടിച്ചു വാങ്ങിക്കുകയുണ്ടായി. പ്രമാണം കൊണ്ടുവന്ന സമയത്ത് ആരുടെ പേരിലാണെന്ന് അതിനകത്തുണ്ടല്ലോ. പറഞ്ഞത് ഞങ്ങൾക്ക് കാശൊന്നുമില്ല, അവർ വാങ്ങിച്ചപ്പോൾ തൽക്കാലത്തേക്ക് ഞങ്ങളെ പേരിൽ എഴുതി വെച്ചാണ്, ഞങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ കാശുണ്ടാവുക ഇത് വാങ്ങാനെന്ന്. കുറേ കാലം മുമ്പൊക്കെ വസ്തുവിൻ്റെയൊക്കെ വിലയൊക്കെ നമുക്കറിയാം. വളരെ ചെറിയ വിലയ്ക്ക് കിട്ടുമ്പോൾ എന്താ ചെയ്യുക, കയ്യിലുള്ള പൊന്നോ പൊടിയോ ഒക്കെ വിറ്റിട്ട് അത് വാങ്ങിച്ചിടും. അത് കാലക്രമേണ അവിടെ ചിലപ്പോൾ റോഡ് വരും, വികസനം വരും, കാര്യങ്ങൾ വരുമ്പോൾ വില കൂടും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. എല്ലാ വസ്തുക്കൾക്കും പറ്റിയൊരു കാര്യം. അതുപോലെ തന്നെ എനിക്കുണ്ടായത് ഏതാണ്ടൊരു 10-50 ലക്ഷത്തോളം രൂപയോളമായി ഇത് രണ്ടിനും മാത്രം. അപ്പോൾ ഇത്രയും കാശ് നമുക്ക് വിറ്റ് നേടിക്കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് നല്ലൊരു വീടും വസ്തുവും വാങ്ങിക്കും, നല്ല രൂപത്തിൽ ജീവിക്കും. എല്ലാവരും നല്ലതെന്നേ പറയത്തുള്ളൂ. പിന്നെ ഈ വേറെ 2 കുടുംബക്കാർക്കും വന്നിട്ട് ഞങ്ങളെ കാര്യത്തിൽ ഒന്നും ചെയ്യേണ്ടതില്ല, കൈയും കെട്ടി മാറി എന്ന് കണ്ടാൽ മതി. പക്ഷെ അങ്ങനെ നമ്മൾ നൂന്ന് നിൽക്കാൻ പാടില്ല. കാരണം പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഒന്നാമത് വരും, ജീവിതത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ 2 സ്ത്രീകൾ തമ്മിൽ ഒറ്റയ്ക്ക് ഒരു കടവും വരുത്താണ്ട് ജീവിച്ചു അടിപൊളിയായി എന്ന് പറയുമ്പോൾ അവരെക്കാൾ മുകളിൽ വരും. ഓതിയ കാര്യത്തിൽ അവരെക്കാൾ മുകളിൽ വരും, എല്ലാ കാര്യത്തിലും അവരെക്കാളും മുകളിൽ വരും. അത് അവർക്ക് ചിന്തിക്കാൻ പോലും ഒക്കുന്നൊരു കാര്യമായിരുന്നില്ല. കൊച്ചിലേ തൊട്ട് എന്നെയൊക്കെ വെച്ചിട്ട് മുതലെടുക്കണം, അവരുടെയൊക്കെ പിച്ചക്കാശ് കൊണ്ടുവേണ്ടി ജീവിക്കുന്ന ആളാക്കി തീർക്കണം,
അതിന് വേണ്ടിയിട്ട് നാട് മൊത്തം നടന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുമില്ലാത്ത ഞങ്ങളൊക്കെ എടുത്തുകൂട്ടി വളർത്തുന്നു, എടുത്തുകൂട്ടി കെട്ടിക്കാൻ നിർത്തിയേക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര മോശമായിട്ട് പറഞ്ഞുണ്ടാക്കിയിരിക്കുകയാണ്. അത് കേട്ടിട്ട് അതുപോലെ കുറച്ച് കാശും കൂടി കൊണ്ടു കൊടുക്കുമ്പോൾ കൂടെ നിൽക്കാൻ പള്ളിക്കാർ, കുറേ നാട്ടുകാർ. അവരൊക്കെ ചോദിക്കണത്, പണമുള്ളവർ പറയുന്നത് കേട്ടങ്ങ് ജീവിച്ചൂടെ? പണമുള്ളവർക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് കൊടുത്തോണം. എന്നിട്ട് ഈ വസ്തു ഞങ്ങൾ വിറ്റുകൊണ്ട് പോകാമെന്ന് വെച്ചാൽ പിന്നെ പല രൂപത്തിൽ എൻ്റെ വിൽപ്പന മുടക്കിയിട്ട് പള്ളിയിലെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഉസ്താദൊക്കെ എന്ന് പറഞ്ഞാൽ പറയുന്ന വിലയ്ക്ക് അവർ പറയുന്നവർക്കങ്ങ് എഴുതി കൊടുത്താൽ ഒക്കത്തില്ലേന്ന്. നമ്മുടെ പേഴ്സണലി ഉള്ളൊരു കാര്യമല്ലേ നമ്മളെ വസ്തു ആർക്ക് വിൽക്കുക, എന്ത് ചെയ്യാമെന്നുള്ളത്. അത് മറ്റൊരാൾ വന്നിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്താ അവകാശം ഇവർക്ക്? പ്രമാണം നമ്മളതിലിരിക്കുക, നമ്മളെ വസ്തുവിനകത്ത് മണ്ണിടുകയാണ്. മണ്ണ് കൊണ്ടുവന്ന് ഇട്ടിട്ട് നിരത്തി അങ്ങ് മണ്ണാക്കിയതിന് ശേഷം ബ്രോക്കർ വന്നപ്പോൾ പറയുന്നു, വിൽക്കാനല്ല, ഞങ്ങളെ വസ്തുവിൽ ഞങ്ങൾ വീട് വെക്കാൻ മണ്ണിടുകയാണെന്ന്. ഞങ്ങൾ സ്വാഭാവികമായിട്ടും പറഞ്ഞു, ഈ മണ്ണ് നിങ്ങളെടുത്ത് മാറ്റിക്കോ. വസ്തു വിൽക്കാനെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് ചെയ്തൊരു കാര്യമാണ്, മണ്ണിട്ടിട്ടേ നിങ്ങൾ വിൽക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വിൽക്കാനല്ല മണ്ണിട്ട നിങ്ങളെ വസ്തുവാണെന്ന് സ്ഥാപിക്കാനാണ് മണ്ണ് നിങ്ങൾ കൊണ്ടുപോകണം. ഞങ്ങളുടെ വസ്തു ഞങ്ങൾ വിൽക്കുകയോ വില വാങ്ങിക്കുകയോ വെറുതെ ഇട്ടിരിക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ വീണ്ടും ഞങ്ങൾ മോശക്കാർ. പിന്നെ പറയാൻ തുടങ്ങി അടുത്ത കഥ, ഞങ്ങൾ മെൻ്റൽ പേഷ്യൻസ് ആണ്, ഞങ്ങൾക്ക് വസ്തുവൊന്നും കൈകാര്യം ചെയ്യാൻ ഒക്കത്തില്ല, ഞങ്ങളെയൊക്കെ കൊണ്ടുപോയിട്ട് വിറ്റ് തിന്നങ്ങ് നടക്കത്തേ ഉള്ളൂ, അതുകൊണ്ട് കൊടുക്കാനൊക്കത്തില്ല, അവിടെ ഇട്ടേക്കാനേ ഒക്കുള്ളൂ, അങ്ങനെ ഇപ്പോൾ പോകാൻ ഒക്കത്തില്ല. എത്ര മോശത്തരമായൊരു കാര്യമാണ്. ഹസ്ബൻഡൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്, ജോലി ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര മോശമായൊരു കാര്യമാണ് വന്ന് പറയണത്. അവരവരെ സ്വത്തിൻ്റെ കാര്യത്തിൽ അവരവർ പോകുമ്പോൾ ഇവരുടെ അടുത്തൊരു ധനസഹായത്തിന്, ഒരു പിച്ചക്കാശിന്, ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ചെന്നോ? പോലീസ് സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പോൾ ഇതേ കാര്യം തന്നെ കൊണ്ടുവന്ന് എഴുതി കൊടുക്കുക. എത്ര രൂപയ്ക്ക് വസ്തു വാങ്ങിച്ചെന്ന് പറ, ഇത്രയും രൂപയൊക്കെ എങ്ങനെ പെണ്ണുങ്ങൾ ഉണ്ടാക്കിയെന്ന് പറ, കണക്ക് കൊടുക്കാൻ. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എന്തിനാണ് കൊണ്ടുപോയി കണക്ക് കൊടുക്കുന്നത്? വസ്തു വാങ്ങിച്ച് കൊണ്ടുവന്ന് അതിനകത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. നമുക്ക് ജീവിക്കാൻ ആ വസ്തു വേണമെന്നാണ് നമ്മൾ ചോദിക്കുന്ന സമയത്താണ് ഈ പ്രശ്നം ഇത്ര ഉണ്ടായത്. അവർക്ക് വേണ്ടി അങ്ങ് കൊടുത്തിരുന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ആർക്കും. നമ്മുടെ സാധനം നമുക്ക് വേണമെന്ന് നമ്മൾ പറഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം ഇത്രയും ഉണ്ടായത്. മറിച്ച് ഞാൻ പഠിക്കാൻ പോകാതെ വല്ല കാഷ്യൂ ഫാക്ടറിയിലൊക്കെ പോയിട്ട് ഈ വസ്തുവൊക്കെ അവർക്ക് കൊടുത്തിട്ട് ഇവരുടെ പിച്ചക്കാശും വാങ്ങിച്ചിട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ ഇവരെ അടുക്കളത്തിൽ തന്നെ ഇരുന്നെന്നുണ്ടെങ്കിൽ പറഞ്ഞേനെ നല്ല ആൾക്കാരാകും, നമ്മളെ മിടുക്കരാന്ന് പറഞ്ഞേനെ. ഇവരുടെ താഴെ തട്ടിൽ നിൽക്കുമ്പോൾ മേളിലോട്ട് പോയിട്ടില്ലല്ലോ. പക്ഷേ എനിക്ക് പഠിച്ചു, ഞാൻ സ്വപ്നങ്ങളുണ്ടായി, ഞാൻ എത്താവുന്ന സ്ഥലത്തൊക്കെ, എന്നെപ്പോലെ എത്താവുന്ന സ്ഥലത്തൊക്കെ ഞാൻ എത്തിച്ചേർന്നു. അതിന് പറയുന്ന ഏറ്റവും മോശമായിട്ട് ആണുങ്ങളെ കൂടെ പോയിട്ട് കാശുണ്ടായിക്കൊണ്ട് വരുന്നു ചാനൽ തോറും. അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ അത് മോശത്തരം. ഞാൻ അപ്പോൾ ചോദിക്കുന്നൊരു കാര്യം, ഞാൻ ആരെയും തടഞ്ഞു വെച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ എന്നെ അവർ തടഞ്ഞു വെക്കുന്നപോലെ ഞാൻ ആരെയും തടഞ്ഞു വെച്ചിട്ടില്ല. ഈ നാട്ടിൽ ഏത് നാട്ടിലുള്ള ആർക്കും പോവാം. എത്രയോ ആൾക്കാർ വന്ന് പോകുന്ന സാധാരണക്കാരും. ഓരോ ആൾക്കാരവിടെ അന്നെന്ന് പറയുന്നത് ഞങ്ങൾ ജീവിതത്തിൽ വിജയികളായതുകൊണ്ടാണ് ഈ സ്ഥലത്ത് നിൽക്കണേന്നാണ് ഓരോ സ്റ്റേജിലും വന്നെന്ന് പറയുന്നത്. ഞാനും ആ കണക്കിന് വെച്ച് നോക്കുമ്പോൾ ഈ നാട്ടിൽ ഏറ്റവും വിജയിയായൊരു പെങ്കൊച്ചാണ്. എന്നെപ്പോലെ ഒരാൾ ഒറ്റയ്ക്ക്, എൻ്റെ വീട്ടിലുള്ള അവർക്കാണെങ്കിൽ ഒരു കാര്യവും അറിയത്തില്ല, ഞാൻ ഒറ്റയ്ക്ക് തപ്പി പിടിച്ച് ഓഡിഷൻ സെൻറ്ററിൽ പോയിട്ട് ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ട് സെലക്ഷൻ കിട്ടി ഞാൻ വരുന്ന ഒരാളാണ്. ചാനലിലുള്ളവർ തന്നെ ഞാൻ മിടുക്കി കുട്ടിയാണെന്ന് പറഞ്ഞ് എനിക്ക് അഭിനന്ദനം തരുന്നുണ്ട്. എൻ്റെ ഫോട്ടോ പത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതകഥ എവിടെയെങ്കിലും അവർ എഴുതിയിടുന്നുണ്ടെങ്കിൽ അത് എനിക്ക് അതിന് കഴിവുണ്ടെന്ന് അവരുടെ മുന്നിൽ തെളിഞ്ഞതുകൊണ്ടാണ്. എത്രയോ ആൾക്കാർ വന്നിട്ട് പോകുന്നുണ്ട് ഓരോ പരിപാടിയിലും. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ വളരെ നല്ല രൂപത്തിൽ അത് ചെയ്യുമ്പോഴാണ് അവരുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്നത്. അല്ലാതെ ഒരിടത്ത് ഒരു സുപ്രഭാതത്തിൽ ചെന്നൊരു ചാനലിലോട്ട് കയറണമെന്ന് പറഞ്ഞ് കുറച്ച് കാശ് കൊടുത്ത് ആരെയും വിളിച്ച് കയറ്റത്തില്ല ഒരു ചാനലിലും ഒരു കാര്യത്തിലും. ഞാൻ ചാനലിൽ അല്ലാണ്ട് വാങ്ങിച്ച സമ്മാനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതുപോലെ തന്നെ ഇതൊക്കെ എല്ലാ സജ്ജീകരണങ്ങളും ഉള്ള കൊച്ചുങ്ങളോടെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ടുള്ളത്. ഒരു കലോത്സവത്തിന് മുമ്പ് സമ്മാനം വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ എന്തെല്ലാം പരിശീലനം കിട്ടി, എന്തെല്ലാം ഗ്രൂമിങ് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മമാരും കൈപ്പിടിച്ചുകൊണ്ടുള്ള കൊച്ചുങ്ങൾക്കിടയിൽ ഞാനൊരു തെണ്ടിയെപ്പോലെ അവിടെ ചെന്ന് നിൽക്കണത്. എൻ്റെ കൂടെയുള്ള സാറന്മാർ കൂടെ വന്നിട്ട് എനിക്ക് പറഞ്ഞില്ല അങ്ങോട്ട് പോയിക്കോ ഇങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞാൽ ആ വഴി കൂടെ നടന്നു പോകാനേ ഉള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ കയ്യിലിരിക്കുകയാണ്. ബാക്കിയെല്ലാം കഷ്ടപ്പെട്ട് പഠിച്ചും ഗ്രാസ്പ് ചെയ്തെല്ലാം വെച്ചിട്ട് പോകേണ്ട ഞാനാണ്. വേറെ കാര്യങ്ങളൊന്നും അവരിൽ നിന്നൊന്നും ചെയ്തു തരത്തില്ല. വീട്ടിൽ എനിക്ക് ചെയ്തു തരാൻ ഒരു സംശയം തരാൻ ആരുമില്ല. ഒരു കാരന് കൂടെ വരെ ഒരു സഹോദരങ്ങളൊന്നും എനിക്കില്ല. ഇപ്പോൾ ടി വി ഷോയിൽ ഞാൻ പോകുന്നു വെച്ചാൽ ഒരു ഫാമിലി ഷോയിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വരെ ആളില്ല. ഒരു പേർ ഷോയിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വരെ ഒരു പേരില്ല. ഒരു ലൈഫ് ലൈനെ കൂടെ വിളിച്ചുകൊണ്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ഒരു ലൈഫ് ലൈനില്ല. എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരാളാണ്. അത്രയും കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് വളരെ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളിലുള്ള ഷോസിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ആ പരിമിതമായ ഷോസൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് എൻ്റെ ഇത്രയും ഇവർ മോശത്തരം കാണിച്ചിട്ടെല്ലാം പിടിച്ചു പറിച്ചപ്പോൾ എൻ്റേതായ അറിവ് ഞാൻ നേടിയ കാര്യങ്ങൾ എൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാനാണ് ഞാൻ ഈ വഴികളൊക്കെ നോക്കിയത്. അതിനെ ഇത്രയും മോശമായിട്ട് ചിത്രീകരിച്ചിട്ട് ഈ പോലീസും അവിടേക്ക് ഇരിക്കുന്ന ആൾക്കാരും ഒക്കെ അതിന് കൂട്ടുനിന്ന് കളിയാക്കി ചിരിക്കുമ്പോൾ കാശുണ്ടാക്കാൻ അറിയാമല്ലോ വെറുതെ നിൽക്കുമ്പോഴും എന്ന രൂപത്തിലേക്ക് ആക്കുമ്പോൾ മനസ്സിന് ഭയങ്കര വിഷമം നമുക്ക് തോന്നും, ഭയങ്കര സങ്കടം നമുക്ക് തോന്നും. ഇപ്പം ഞാൻ വാങ്ങിച്ച വസ്തുക്കളും കൂടെ ചേർത്തിട്ട് ഒരു 10-25 സെൻറ്റ് വസ്തു വരും, ഏതാണ്ട് 1 കോടിക്ക് അടുത്ത് വരും. ഇത് ഇപ്പം ഞങ്ങൾ വാങ്ങിച്ചു എന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ല. എല്ലാം കൂടി എൻ്റെ തൊണ്ടയ്ക്കോട്ട് കൊണ്ടുവരാനാണോ എൻ്റെ വയറ്റിലോട്ട് ഉണ്ടാക്കാനാണോ എന്നോ ഒരു ചോദ്യം.
വൈകുന്നേരം ജോലി കഴിഞ്ഞ് തന്നെ എൻ്റെ മാതാവ് കുറച്ച് വിറക് കൊണ്ടുവരും. ആ കവറിൽ കൊണ്ടുവരുന്ന എനിക്കെന്തോ കുത്തിക്കയറ്റി തിന്നാൻ കൊണ്ടുവരുന്ന സാധനമാണെന്ന്. അപ്പുറത്ത് സൂപ്പർ മാർക്കറ്റിൽ പച്ചക്കറിക്ക് ഓഫർ വരുമ്പോൾ ഞാൻ പോയി ആ സാധനം വാങ്ങിച്ചപ്പോൾ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ഏതുകൊണ്ട് സാധനം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വെച്ച് തിന്നുന്നു. ഞാൻ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ടിറങ്ങിയ ഉടനെ പറയും ചാനലുകാരാണ്ട് വാങ്ങിച്ചു കൊടുത്തത്. എൻ്റെ കയ്യിലൊരു ഫോണുണ്ട്, അപ്പുറത്തേ ഫോൺ വാങ്ങാനുള്ള കാശൊക്കെ ഉണ്ടാക്കിയേക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഒരു ജയിലിലൊക്കെ കിടക്കുന്ന ആൾക്കാരെ പോലത്തെ ഒരു ജീവിതം ജീവിക്കാൻ പറ്റുമോ എനിക്ക് പുറത്ത്? ഞാനിതൊന്നും ഒരുങ്ങി നിൽക്കില്ല. നിങ്ങൾ കാണുന്ന ഒരു വീഡിയോസ് ഞാനൊന്നും ഒരുങ്ങി ഒരു നിരവി ഒരുങ്ങി നിൽക്കില്ല, ഒരു പുതിയ ഡ്രസ്സ് മാറ്റി ഇടുന്നില്ല. എന്തെങ്കിലും ഓർണമെൻറ്റ്സ് ഇട്ടിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? ഒന്ന് ഒരുങ്ങി നിന്നിട്ട് എടുക്കുന്ന ഒരു തരം സ്വർണം ഞാൻ ഇട്ടിട്ട് നിങ്ങൾ എൻ്റെ ഒരു വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഒരു ഫോട്ടോ പോലും എൻ്റെ കയ്യിൽ പോലും ഇല്ല. ആ ഒരവസ്ഥയിലാണ് ഞാൻ ജീവിക്കണത്. അതിന് കൂട്ട് നിൽക്കാൻ വേണ്ടി എങ്ങോട്ട് തിരിഞ്ഞാലും ആൾക്കാർ വഴി കൂടെ ഓരോരുത്തർ പിടിച്ച് ചോദിക്കണം. പണമുള്ളവർ വല്ലതും ചെയ്തു തരുമ്പോൾ നിനക്ക് എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചുകൊണ്ട് അടങ്ങാനം കിടന്ന ഒക്കത്തിൽ വെച്ചാൽ ഇതിന് അഹങ്കാരം കാണിക്കാൻ നിൽക്കുന്നതെന്ന്. മറ്റൊരാൾ എൻ്റെ മനസ്സിൽ എത്ര മുറിവ് വീഴ്ത്തിയെന്നനുസരിച്ചാണ് ആ ഒരാളോട് ഞാൻ ഇങ്ങനെ പെരുമാറണം ചിന്തിക്കുന്നത്. അത് വേറൊരാളൊന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോരുത്തരും പേഴ്സണലി അങ്ങനെ. ചിലപ്പോൾ ചിലരുടെ ഒരു ഡൈവേഴ്സ് കേസ് ആവാൻ നിൽക്കുന്ന ഒരു പെൺകുട്ടി എന്ന് ചോദിക്കും, നിനക്കെന്താ അവൻ്റെ കൂടെ പോയി ജീവിച്ചാക്കത്തില്ലെന്ന് വെച്ചാൽ അത് അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ടാവും. ചില വീട്ടിൽ ചില കൊച്ചുങ്ങൾക്ക് അച്ഛന്മാരെ ഇഷ്ടമല്ല, അത് അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ടാവും. എന്തോന്നു നിനക്ക് എൻ്റെ തന്തയുടെ കൂട്ടെടുത്ത് പോയിക്കൂടെ? അത് എൻ്റെ കാര്യമാണ്. എനിക്ക് തന്തക്കൂട്ടര വേണോ തള്ളക്കൂട്ടര വേണോ വേറൊരാളെ വേണോ എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും ആ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് ചോദിക്കണില്ല എന്തുകൊണ്ട് നിങ്ങളെ ആരും ഒരു ചിലതിന് വരെ അവരോരോ പാട്ടിന് ജീവിക്കുന്ന ഒരു കൊച്ചിനെ തള്ള എന്തിനാ ദ്രോഹിക്കുന്നതെന്ന് ചോദിക്കാൻ പോലും കഴിവില്ലാത്ത അവരുടെ അടുത്ത് ഞാനെന്തിനാ പോണത്? അവർ പറയുന്നത് അവർ വലിയ തങ്ങന്മാരായ ആൾക്കാരാണ്, അതുകൊണ്ട് അവർക്ക് ഒരു തെറ്റ് ചെയ്താലും ദൈവം ചോദിക്കില്ല. ഇവിടെയുള്ളവർ പറഞ്ഞ് ഞങ്ങൾക്ക് ആവശ്യം പോലെ കാശാണ്, ഞങ്ങൾ എല്ലാ വർഷവും പോയി ഹജ്ജ് ചെയ്യും, അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദ്യമൊന്നും വരുത്തില്ല. പിന്നെ ബാക്കിയുള്ളവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് വല്ല ശിക്ഷയും വരുന്നുണ്ടെങ്കിൽ ഞങ്ങളങ്ങ് സഹിച്ചോളാം, എന്നാലും ഞങ്ങളിങ്ങനെ വിടുത്തു, നീയൊക്കെ വെറും പെണ്ണല്ലേ, ഞങ്ങൾ ഇനിയും പലതും ചെയ്യും. രാത്രി ഉറങ്ങാൻ പറ്റാണ്ട് ജീവിക്കേണ്ടി വന്ന അവസ്ഥയിലും എനിക്ക് വേണ്ടി ചോദിക്കാൻ ആരും വന്നില്ല. കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ട് വന്ന് നേടിയ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ട് കത്തിച്ച് കളഞ്ഞപ്പോഴും എനിക്ക് വേണ്ടി ചോദിക്കാൻ ആരും ഉണ്ടായില്ല. ഇത്ര കഷ്ടപ്പെട്ടിട്ട് പോയിട്ട് TV റിയാലിറ്റി ഷോ പോയിട്ട് സ്വന്തം നാടിൻ്റെ പേര് അത്രയും അഭിമാനത്തോടെ ആക്കിയിട്ട് വന്ന് കയറുമ്പോഴും എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചപ്പോൾ അതിന് പോലത്തെ പരാതി ശരിക്കാൻ പോലീസുകാർ തയ്യാറായില്ല. ഭയങ്കര ഒരു മോശം എന്താ വെച്ചാൽ എനിക്ക് നെഗറ്റീവ് എനർജി മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ. ഭയങ്കര നെഗറ്റീവ് എനർജിയാണ് കിട്ടണത്. പോസിറ്റീവായിട്ടൊന്നും ചിന്തിക്കാനുള്ള കാര്യങ്ങൾ പോലും കിട്ടില്ല. ഈ എന്തിനാ ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് ചില സമയം ഇങ്ങനെ ഇതൊക്കെ എന്തിനാ ഇങ്ങനെ എൻ്റെ ചുറ്റിനും വന്നിടന്നിട്ട് ഇങ്ങനെ ആക്കി തീർക്കണത്? ഇവർക്ക് എന്തിൻ്റെ കേടാണെന്ന് ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്. എന്നിട്ട് ഒരാൾക്കാരുടെ പലപ്പോഴും ഞങ്ങൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടാണ് ഞാൻ സംസാരിക്കണത്. ഞാൻ അപ്പോൾ അധികം ആരും കൂടെ മിണ്ടത്തേയില്ല. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന നല്ല സ്പീഡ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല എന്ത് ഇത്ര സ്പീഡ്? കാരണം വേറൊന്നുമല്ല, എൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഇത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കണം, ഇമോഷണലി ആവുന്നതിനും എനിക്കൊന്ന് പറഞ്ഞു തീർക്കണം എന്നുള്ളതാണ് ഞാൻ ഇത്ര സ്പീഡെന്ന് പറഞ്ഞു പോണത്. ഞാൻ വളരെ സാവകാശം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് ഇമോഷണലി ഞാൻ ഡൗൺ ആവും. ഇത് പറയാൻ തുടങ്ങുമ്പോൾ എനിക്കിങ്ങനെ മൈൻഡിലോട്ട് ഒരുപാട് കാര്യങ്ങൾ തികട്ടി വരുന്ന സമയത്ത് എൻ്റെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തും മുമ്പ് എനിക്ക് പറഞ്ഞു തീർക്കണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോസ് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് ചെയ്തു പോണത്. നിങ്ങൾ ചിന്തിക്കത്തില്ല ഒറ്റ ശ്വാസത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയണത് എന്താണെന്ന്. അതുകൊണ്ടാണ് ഒറ്റ ശ്വാസം. എന്നെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. വേറെ എന്ത് കാര്യം ഒരു പൊതുകാര്യം സംസാരിക്കാൻ എനിക്ക് മൈക്ക് കിട്ടിയാലും ഞാൻ പക്ഷേ എന്നെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ എൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി എനിക്ക്. കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വേണ്ടാന്ന് വെച്ച സാധനങ്ങളൊക്കെ എനിക്കിപ്പോൾ പറഞ്ഞേ പറ്റുള്ളൂ. എനിക്ക് ഒരാളും ഞാനുണ്ടെന്നൊരു കൊച്ചുണ്ടെന്ന് പോലും അറിയാണ്ട് ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ജീവിച്ച് എൻ്റെ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ജീവിച്ച് പോകണമെന്ന് ആഗ്രഹിച്ച ഒരാളെ ഇത്രയൊക്കെ ഒരു നാട്ടിൽ അപമാനിച്ചപ്പോൾ ഇനി എൻ്റെ ജീവിതം ഞാൻ ഏതെങ്കിലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൃത്യമായിട്ട് എൻ്റെ സംഭവിച്ച എല്ലാം പറഞ്ഞിട്ട് ഇവരെക്കുറിച്ച് ഞാനും ഒന്ന് പറഞ്ഞു പോയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വെറും അങ്ങ് ഉമ്മാക്കിയായി പോകത്തില്ലേ? ഇത്രയൊക്കെ ഞാൻ കഷ്ടപ്പെട്ട ഞാനല്ലേ? അപ്പോൾ എൻ്റെ മുന്നേ ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമേ ഉള്ളൂ, തൽക്കാലം ഇതേ ഉള്ളൂ. ഇതിനപ്പുറം ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എനിക്കിനി എത്തിച്ചേരണം. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോസ് ചെയ്യുന്നത്. കാരണം എനിക്കാണെങ്കിൽ ഒന്നും പറയാനും ഫൗസിയൊന്നുമില്ല, കൂട്ടുകാരത്തിയില്ല. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി ആരെടുത്തും ഇല്ല പറയാൻ. ഞാൻ തന്നെ സ്വന്തമായി കണ്ണാടി പോയെന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ പൂച്ചക്കുട്ടീനോട് എങ്ങാണെന്ന് പറയും. അതിനപ്പുറം ആരുടെടുത്തും പറയാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ ഫൗസിക്കും ഫുള്ളായിട്ട് അറിയത്തില്ല. എനിക്ക് അവളുടെ അടുത്ത് പോലും ഇരുന്ന് സംസാരിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല. കുറച്ച് നേരം ഒരു അരമണിക്കൂർ പോലും ആരത്തെങ്കിലും ഇരുന്നൊന്ന് സങ്കടം പറയാൻ അവസരം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കില്ല. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൾ ഓടത്തിൻ്റെ ഇടയ്ക്ക് എന്ത് സമയം കിട്ടുന്നത്? എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കില്ലേ? നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളു വീട്ടിൽ. ശരിക്കും എല്ലാം ഉണ്ടായിട്ട് ഒന്നുമില്ല ജീവിക്കേണ്ടി വരിക എന്ന് പറയത്തില്ല. ഒരു രാജകുമാരിയെ പോലെ ജീവിക്കേണ്ടി വന്നിട്ട് കിടക്കാന്നൊക്കെ പറയത്തില്ലേ? ഞാനിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ സുഖമായിട്ട് ജീവിച്ചു പോവുകയാണ്. ഇപ്പോഴും സുഖത്തിനൊരു കുറവുമില്ല, അപ്പോഴും സുഖത്തിനൊരു കുറവുമില്ല. മറ്റുള്ളവർക്ക് കുറേ കാശ് കൊടുത്തിട്ട് നന്മമരം പേരൊപ്പിക്കും, എന്നിട്ട് അടിയിൽ കൂടെ വന്നിട്ട് എൻ്റേത് പിടിച്ചു പറിക്കാൻ നോക്കും. ആൾക്കാരെ മുന്നിൽ മിടുക്കരുത്, എൻ്റെ മുന്നിൽ ഇവരുടെയൊക്കെ ഒറിജിനൽ സ്വഭാവം.
ഒന്നും ചെയ്യാതെ കയ്യും കെട്ടി മാറി നിന്നാൽ മതിയായിരുന്നു, സപ്പോർട്ടും ചെയ്യണം, ഒന്നും ചെയ്യണ്ടായിരുന്നു. അവർക്ക് അഭിമാനിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു പുറകിൽ നിന്നിട്ട്. ഒന്നും ചെയ്യണ്ടായിരുന്നു. ശരിക്കും ഞാൻ തന്നെ എൻ്റെ വഴി കൂടെ അങ്ങ് വഴി വെട്ടിത്തെളിച്ച് ഞാൻ പോയേനെ. ഇത് ഞാൻ പോകുന്ന വഴിയെല്ലാം കൊപ്പിച്ചിൽ വിതറാനും ആ വഴി എത്രത്തോളം മോശമാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനും വേണ്ടി നടക്കുന്ന കുറച്ച് ആൾക്കാർ. ശരിക്കും ഞാൻ എല്ലാ വിശ്വാസങ്ങളും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഓരോ ദിവസവും നഷ്ടപ്പെട്ട് പോകുന്ന ഒരാളാണ് ഇവരുടെയൊക്കെ ഇടയിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ. ഞാനിപ്പോൾ ഓരോ കാര്യം എനിക്ക് കിട്ടുമ്പോൾ എടുത്ത് എവിടെയെങ്കിലും ചെന്ന് സ്റ്റോറിയോ സ്റ്റാറ്റസോ ഇടുമ്പോൾ ആൾക്ക് ഇതെന്ത് പൊങ്ങച്ചം കാണിക്കുന്ന പോലുള്ള ഒരു കുഞ്ഞു സാധനം കിട്ടിയാൽ അപ്പം ഞാൻ പറയും, ഇതിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനം കിട്ടിയെന്ന് തന്നെ അതിന് വേറെ ആൾക്കാർ വരും അവകാശികളായിട്ട്. അപ്പോൾ ഒരു തെളിവ് വേണ്ടേ? എൻ്റെ കാത് കുത്തിയപ്പോൾ ഉണ്ടായിരുന്നൊരു കുഞ്ഞു കമ്മൽ എൻ്റെ കാതിലുണ്ടായിരുന്നു. അപ്പം ഞാനത് എനിക്കിതുപോലത്തെ കമ്മലൊക്കെ ഇട്ടടക്കാൻ വേണ്ടിയിട്ട് അവരെ കൈ കൊടുത്തു. അവർ കാതി ഇട്ടുകൊണ്ട് കിടന്നു. കുഞ്ഞു കമ്മലാണ്, ഏറ്റവും ചെറിയൊരു കമ്മൽ. ആ കമ്മൽ അവർ വാങ്ങിച്ചു വരെ പിടിച്ചുകൊണ്ട് പോയ സമയത്ത് എന്നിട്ട് ആ കമ്മൽ ഇപ്പോൾ കൊണ്ട് നടന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, വെള്ള പേപ്പർ എഴുതി ഒപ്പിട്ട് കൊടുക്കണം, എന്നാലേ കമ്മൽ തരും, അല്ലെങ്കിൽ ഞങ്ങൾ ഇനിയും കമ്മൽ വീണ്ടും ചോദിക്കാൻ ചെല്ലുമെന്ന്. അതായത് അവരുടെ കയ്യിൽ നിന്നെല്ലാം പിടിച്ചു പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെന്ന് കാണിക്കാൻ. ഞങ്ങളുടെ കുറച്ച് സ്വർണ്ണം അവരിലായിപ്പോൾ അത് ചോദിച്ചപ്പോൾ അങ്ങനെ സ്വർണ്ണമേ ഇല്ല, ഞങ്ങൾക്ക് സ്വർണ്ണം വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. ഞാൻ സ്വർണ്ണം ഇട്ട് കുണുക്കിട്ടാട്ടി എവിടെയെങ്കിലും നടക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്കിതുപോലെ എന്തെങ്കിലും ഒരു സാധനം ഇട്ടുകൊണ്ട് നടന്നാലും എൻ്റെ ജീവിതം അങ്ങ് നടന്നു പോകും. ഈ കിടക്കുന്ന വേറെ സൈസ് കമ്മല, രണ്ട് കമ്മലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒന്ന് കളഞ്ഞു പോയപ്പോൾ ഒന്ന് വേറൊന്നിൻ്റെ ചേർത്തിട്ടിരിക്കുക. ഇങ്ങനെ നടക്കുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നെയാണ് പറഞ്ഞത് എനിക്ക് സ്വർണ്ണമൊക്കെ വേണ്ടിയിട്ടാണ് അവരെ സ്വർണ്ണത്തിന് ചെന്നിരിക്കണേന്ന്. എനിക്ക് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള എൻ്റെ കാതുകുത്തിയപ്പോൾ ഉള്ളൊരു കമ്മൽ അതെനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. ആ സാധനം കൊണ്ടുവച്ചിട്ട് വെള്ള പേപ്പർ എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്ന്. നമ്മുടെ സാധനം നമുക്ക് തന്നെ നമ്മൾ വെള്ള പേപ്പർ എഴുതി ഒപ്പിട്ട് കൊടുക്കണം. നമ്മുടെ സാധനം അവർ പിടിച്ചു പറിച്ചുകൊണ്ട് പോകാൻ ആര് പറഞ്ഞു? ഈ പറയുന്നവനൊക്കെ പോലീസില്ല ജോലിയെന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും വലിയ കള്ളന്മാരെ പിടിച്ച് അവിടെ ഇരുത്തിയേക്കുക എന്ന് പറയത്തില്ലേ, ആ ഒരവസ്ഥയാണ്. അവൻ പോലീസിലാണ്. അതുകൊണ്ട് തന്നെ എനിക്കേറെ എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഒതുക്കാൻ ആളുണ്ട്. വൈകുന്നു അയാളെ അങ്ങ് കല്യാണം കഴിച്ചുകൂടായിരുന്നോ? എന്നെ കല്യാണം കഴിക്കാൻ ഇടയ്ക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ സ്വത്തിന് വേണ്ടിയിട്ട് എന്നെ കല്യാണം കഴിക്കണമെന്ന്, അല്ലാതെ ഞാനെന്ന് പറയുന്നൊരു വ്യക്തിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടിട്ടൊന്നുമല്ല. അങ്ങനെ അത്ര ഇതുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇത്രയും സാധനങ്ങൾ വാരി കത്തിക്കപ്പെടത്തില്ല. എല്ലാവരും കൂടെ ചേർന്നിട്ടുണ്ടെങ്കിൽ ഗൂഢാലോചനയല്ലേ? എല്ലാവരും കൂടെ ചേർന്നിട്ടുണ്ടാക്കി ഗൂഢാലോചനയല്ലേ? ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വസ്തു വിറ്റിട്ട് കത്തിച്ചുകൊണ്ട് കളയുക എന്നുള്ള കാര്യങ്ങൾ. സർവ്വ സാധനങ്ങളും കത്തിച്ച് കളഞ്ഞ ഒരു വീട്ടിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നേ ഇല്ല. അത്രയും നല്ല ആൾക്കാരാണെങ്കിൽ ഇവർക്ക് 3, 4, 5 വീട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കോടീശ്വര പണക്കാരാണ്. എന്തേ ഒരു സ്ഥലത്തേക്ക് ഇതൊക്കെ കൊണ്ട് സുരക്ഷിതമായിട്ട് വെച്ചില്ല? ഞാൻ അന്നേരം ആശുപത്രിയിൽ വെയ്യാതെയൊക്കെ കിടക്കുന്ന സമയത്താണല്ലോ കൊണ്ടെന്താ വെക്കാനത്? അത്രയ്ക്ക് നന്മമരമെന്ന് പറയുന്ന ആൾക്കാർ. ഒരു കഷ്ണം പേപ്പറിൻ്റെ സുരക്ഷിതത്വം എനിക്ക് തരാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും ഡയലോഗ് അടിക്ക് ഒരു കുറവും ഇല്ലാത്ത ആൾക്കാർ. അത് കൂട്ടു നിൽക്കാൻ കുറേ ആൾക്കാരുണ്ട്, കുറേ വാലാട്ടിപ്പട്ടികളായിട്ട് കുറേ ആൾക്കാർ. എനിക്കതാ തീരെ പിടിക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു സത്യം ചെരുപ്പിട്ട് വാതിൽക്കളിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേന് കള്ളത്തരവും നുണയൊക്കെ അങ്ങ് പോയിട്ടുണ്ടാവും. ഞാനൊക്കെ ഒരു കാര്യം പറയാൻ തുറക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരുടെ ഡയലോഗാണ് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാർ. അപ്പം ഞാനിപ്പോൾ ഒരുപാട് പേരെടുത്ത് മിണ്ടത്തില്ല. ഒരുപാട് ശത്രുക്കൾ എനിക്കുണ്ട്. കാരണം എന്താ, ഈ കറങ്ങി വരുന്നത് കേട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് മിണ്ടുന്നുണ്ട്. എനിക്കത് ഇഷ്ടമേ അല്ല, കേൾക്കാൻ കൂടി ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. ഇല്ലാത്ത ഗോസിപ്പും മോശം കാര്യങ്ങളും വെക്കാം. അപ്പം ഞാൻ ആരെ കല്യാണം കഴിക്കണം, എത്ര സ്വത്ത് കൊടുത്ത് കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ഞാനിവിടെ എൻ്റെ വീട്ടിൻ്റെ എത്ര റൂം ഉണ്ടാക്കണം, ഏത് റൂമിൽ ഞാൻ കിടന്നുറങ്ങണം, അല്ലെങ്കിൽ എൻ്റെ വസ്തു വിൽക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്വർണം അത് ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത്, അതൊക്കെ എൻ്റെ പേഴ്സണലി ഉള്ള കാര്യങ്ങളല്ലേ. അതിങ്ങനെ പബ്ലിക്കായിട്ട് നിന്നിട്ട് ഗോസിപ്പാക്കിയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിലവിലുള്ള ഒരാൾക്കാരും ചെയ്യുന്ന കാര്യമല്ലോ. മറ്റൊരാളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അത് കേൾക്കാൻ നടക്കുന്ന ആൾക്കാർ എന്ത് മോശം ആൾക്കാരാണ്. ഞാനൊക്കെ പോകുന്ന വഴിക്കൊന്നും വേറൊരാളെക്കുറിച്ച് ഒരാൾ പറയാൻ എൻ്റെ അടുത്തേക്ക് കൂടി വരുന്നില്ലല്ലോ. വേറൊരാളെ കാര്യത്തിൽ ഒരു ഇടപെടാൻ ഞാൻ ചെല്ലുന്നില്ല. പള്ളിയിരിക്കുന്ന ഒരു ഉസ്താദ്, അതാണ് ഏറ്റവും വലിയ വിറ്റ്. അത്രയും ഞാൻ വയ്യാതിരിക്കുന്ന എന്നെ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വന്നിട്ട് വീണ്ടും അവിടെ തന്നെ ആ വെള്ളത്തിനകത്ത് തന്നെ വയ്യാതിരിക്കുന്ന സമയത്ത് എനിക്ക് കിടക്കേണ്ടി വന്നു. ഞാൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും അവരെ പേഴ്സണൽ ലൈഫിൽ ഒരു കാര്യത്തിന് ഞാൻ കയറി ചെന്നിട്ടില്ല. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചില്ല അതല്ല ഇതില്ലെന്നും ഒരു കാര്യം ഞാൻ ചെന്നിട്ടില്ല. ഒരു മാസത്തേക്ക് എനിക്ക് ആ കായികം ഒന്ന് വായിച്ചു തന്നതിന് വേണ്ടിയിട്ടാണ് ഇവരുടെ ഓടി വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. മറിച്ച് എൻ്റെ കിതാബോ കാര്യങ്ങളൊക്കെ കത്തിച്ചപ്പോൾ ഈ പറയുന്ന ഒരു മുസ്ലിയാരെയും കണ്ടില്ല. ഞാൻ ആശുപത്രി കിടന്നിട്ട് ഇറങ്ങിയ മുസ്ലിയാർ പറഞ്ഞത് ഞാൻ പറഞ്ഞപ്പോൾ അതൊക്കെ നിൻ്റെ തോന്നലാണെന്ന്, ഞാൻ അനുഭവിച്ച വേദന ഇത്രയും എൻ്റെ തോന്നലാണ്. ഇവരോടൊക്കെ ഞാൻ എന്തിനാണ് സംസാരിക്കണത്? ഒരു മദ്രസയിൽ സന്ധ്യ കഴിഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് കുടുംബക്കാരും പള്ളിക്കാരോട് ചേർന്നിരുന്ന് എഴുതി ഉണ്ടാക്കിയ ഒരു പേപ്പർ, വസ്തു വിൽക്കാൻ പോണ്, ബാക്കി കാശ്